പ്രിയപ്പെട്ടവരെ, ഏവർക്കും നമസ്കാരം. ഞാൻ പത്മിനി, പാലക്കാട് നിന്നാണ്. ഈ ഒരു പ്രത്യേക വീഡിയോ എനിക്ക് അനേകം ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയിലെ അവർ ടീം കണ്ടക്ട് ചെയ്ത ലീഡ് പ്രോഗ്രാം LEAD25-26 അതിലെനിക്ക് പങ്കാളിയാവാൻ കഴിഞ്ഞു. 15, 16, 17 ജൂലൈ 25 പൂർണ്ണമായിട്ടും നമ്മളെ ഒരു ലീഡർഷിപ്പ് ലെവലിലേക്ക് എത്തിക്കാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടും ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എങ്ങനെ എന്നൊക്കെ മനസ്സിലാക്കി തരുന്ന ഒരു ഭാഗമായി ഒരു പാർട്ടായിട്ടാണ് അത് കണ്ടക്ട് ചെയ്തത്. പക്ഷെ ആ കണ്ടക്ട് ചെയ്തത് അവർ ടീമിൻ്റെ ഫൗണ്ടറായിട്ടുള്ള പ്രശാന്ത് സാർ ടീമും തന്നെയാണ്. അതിലൊരു ഭാഗമാവാൻ എനിക്ക് സാധിച്ചതിൽ അതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ട്രിപ്പൻ്റെയിൽ നമ്മളെ വെൽക്കം ചെയ്തത് തന്നെ നമ്മുടെ ടീമിലെ ഏറ്റവും വലിയ സീനിയേഴ്സായിട്ടുള്ള ശ്രീകുമാർ സാറ്, പ്രശാന്ത് സാറ്, സുചിത്ര മാഡം, ഓൾ ഇൻ ഓൾ ആയിട്ട് അജിത് സാർ, സലീൽ സാർ, എല്ലാവരും വെച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടവരെ തന്നെ റൂംമേറ്റായിട്ട് ലവ്ലി മാഡത്തിനെ തന്നെ എനിക്ക് ഒത്ത പോലെ ലവ്ലി മാഡത്തിനെയും നമുക്ക് മൂന്ന് ദിവസം 2 നൈറ്റും 3 പകലും കിട്ടി. ആ ഒരു പുതിയൊരു അന്തരീക്ഷത്തിൽ അതിൻ്റെ ഒരു വാം വെൽക്കമും അതിൻ്റെ ഇനാഗുറേഷനും എല്ലാവരും വിളക്ക് തെളിയിച്ച് എല്ലാവർക്കും ഒരു പ്രാർത്ഥനാ ഗീതത്തോടു കൂടി ഒരു ഡിവിനിറ്റി ഉള്ളിൽ നിറച്ചുകൊണ്ടായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. അവതരണശേഷിയുള്ള ജയകൃഷ്ണൻ സാറ് കോഴിക്കോട് നിന്നെത്തി അദ്ദേഹത്തിൻ്റെ നർമ്മരസത്തോടു കൂടി ഒരു ഒറേറ്റീവായ ഒരു എത്ര ഒറേറ്റീവായിട്ടാണ് നർമ്മരസങ്ങൾ വന്നത്. ഓരോരുത്തരെ പ്രസൻറ്റ് ചെയ്യുന്നതും ഓരോ കാര്യക്രമങ്ങൾ വളരെ നന്നായി നമ്മളെ മനസ്സിലാക്കി തരുന്ന അവതരണശേഷിയും അദ്ദേഹത്തിൻ്റെ അവസാന ഭാഗങ്ങളിലുള്ള പാട്ടും വളരെ ഉചിതമായി വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു. തീർച്ചയായിട്ടും ഒരു സൈക്കിള് കാണിച്ച് ഒരു എയ്റോപ്ലെയിൻ വരെ നമുക്ക് കിട്ടാൻ സാധിക്കുന്ന തരത്തിൽ നമ്മുടെ സങ്കല്പ ശക്തിയെ അത് ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയിലൂടെ വളരുമ്പോൾ നമുക്ക് ഇത്രയും നേടാം എന്ന് നമ്മളെ ഉദ്ബോധിക്കുന്ന തരത്തിൽ അവർ ടീമിൻ്റെ ഫൗണ്ടറായിട്ടുള്ള പ്രശാന്ത് സാറ് വളരെ നല്ല നിലയിൽ തന്നെ ആദ്യം മുതൽ അവസാനം വരെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്താണ്, ഒരു ലീഡർ ആകുമ്പോൾ എത്ര റോൾ മോഡലാവണം, നമ്മുടെ പേഴ്സണാലിറ്റി എത്രത്തോളം ഉയരണം, നമ്മുടെ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, ഇതിൻ്റെ ഒരു ആകത്തുകയാണ് നമ്മുടെ ശരീരം പ്രാക്ടിക്കലായി നടത്തുന്നത്. ഇതെല്ലാം നമുക്ക് വളരെ ഭംഗികരമായിട്ടും ഒപ്പം തന്നെ സയൻറ്റിഫിക്കായിട്ടും പ്രൂവ് ചെയ്ത് തന്ന് ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരോടും ആദരവോടും ബഹുമാനത്തോടും ചെയ്ത് ആദരവ് കൊടുത്ത് ആദരവ് വാങ്ങിയ പ്രശാന്ത് സാറിന് പ്രത്യേകം സത്യത്തിൽ നന്ദി പറയണം. അതിൻ്റെ നമ്മുടെ ഒരു ജീവിത ചക്രം അല്ലെങ്കിൽ കാലചക്രത്തിൻ്റെ ഒരു ചാക്രിക രീതിയിലുള്ള ഇത് നമ്മുടെ ലൈഫ് സൈക്കിള് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 4000 വീക്കിൻ്റെ കഥ പറഞ്ഞാണ് ശിവകുമാർ സാറിൻ്റെ ക്ലാസ് തുടങ്ങിയത്. അതിൽ അദ്ദേഹം ഉദ്ബോധിപ്പിക്കുന്നതും 4000 വീക്കിൽ നമ്മൾ ഇനി എത്ര വീക്ക് കൂടി ഉണ്ടാവും. ഒരു ജീവിതത്തിൽ കിട്ടുന്ന 4000 വീക്കിന് 80 വയസ്സോളം നമ്മൾ ജീവിക്കുമ്പോൾ കിട്ടുന്നതിനെ 4 തിരിച്ച് 4000 ഇനി നമ്മൾ എത്ര പാർട്ട് നമുക്ക് ഇനി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരിക്കലും സമയം കളയരുത്. നമ്മുടെ ഗോളുകൾ നമുക്ക് സെറ്റ് ചെയ്ത് നമ്മളതൊരു പ്രാവർത്തികമാക്കാൻ ഏറ്റവും സമയം കളയാതെ ചെയ്യണം. ഒരു 25 ഗോളെങ്കിലും ചെയ്ത് ആ 25 ഗോളിൽ 5 ഗോള് ഫോക്കസ് ചെയ്ത് അതിൽ ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ഉണ്ടാക്കിയവരെ കുറിച്ച് നമുക്ക് വളരെയധികം മനസ്സിലാക്കി തന്നു. അതുപോലെ നമ്മളെ ഓരോരുത്തരെയും ചെയ്യാൻ പ്രേരിപ്പിച്ചു. കാരണം നമ്മുടെ ഉള്ളിൽ പല ആഗ്രഹങ്ങളും ആശയങ്ങളൊക്കെ ഉള്ളത് അടിച്ചമർത്തി നിർത്തുകയല്ല, നമ്മുടെ കോൺഷ്യസ് ലെവലിൽ ഇതേപോലെ എനിക്ക് അച്ചീവ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ, അത് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് വളരെ നന്നായിട്ട് പറഞ്ഞു തന്ന ഒരു പ്രത്യേക അവതരണ ശേഷിയോടുകൂടി പറഞ്ഞു തന്ന ശിവകുമാർ സാറിന്
നന്ദി അറിയിക്കുകയാണ് സത്യത്തിൽ. ഒപ്പം തന്നെ വളരെ ഓൾ ഇൻ ഓൾ ആയി തന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഇൻകം ടാക്സ്, അത് എല്ലാവർക്കും അറിയണം, പക്ഷെ ആർക്കും ഒന്നും അറിയുമില്ല. കാരണം അത് ഫയൽ ചെയ്യുമ്പോൾ ആ സമയത്ത് നമ്മൾ ആരെങ്കിലും പോയിട്ട് കാണുന്നു, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, എന്നതിലപ്പുറം നമുക്കൊന്നും അറിയാതെ. പക്ഷെ അത് എത്ര നന്നായിട്ടാണ് കൈകാര്യം ചെയ്യേണ്ടത്, എന്തെല്ലാമാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യത്തോടു കൂടി രാമാനുജൻ സാറ് വളരെ നന്നായിട്ട് മനസ്സിലാക്കി. അദ്ദേഹത്തിന് വളരെയധികം ഞാൻ താങ്ക്സ് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ എപ്പോഴും 100% ആവണം, 0 അല്ലെങ്കിൽ 100% എന്ന് പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന അശോകൻ സാറ്, അദ്ദേഹത്തിന് ആദ്യം മുതൽ തന്നെ എങ്ങനെയാണ് അനേകർക്ക് ഉപകരിക്കുന്ന തരത്തിൽ നമുക്കൊരു കയ്യിലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി അനേകരിലേക്ക് എത്തിക്കാൻ എങ്ങനെ കഴിയണം. കാരണം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ മാത്രം അനുഭവിച്ചു കൊണ്ടിരിക്കുകയല്ല, മറ്റുള്ളവരിലേക്ക് എത്തണം. ഒന്നിച്ച് കൂട്ടായ പ്രവർത്തനം. ഒരു ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ബോസ് അല്ല, അവരിലൊപ്പം പ്രയത്നിക്കുന്ന, അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഫോളോവേഴ്സ് ആക്കിയിട്ട് കൊണ്ടുവരാൻ. അവർ ഓട്ടോമാറ്റിക്കലിയാണ് ഫോളോ ചെയ്യുന്നത്, പക്ഷേ നമ്മളൊരു ഫോളോവറിനോ ഒരു ലീഡറിനോ ഉള്ള ഭാവമല്ലാതെ അവരിലൊരാളായി ചെയ്യണമെന്നുള്ള നമ്മുടെ ഉള്ളിൽ ആ ഒരു ഇന്നർ ഡെവലപ്മെൻറ്റ് വരുത്തുന്ന നല്ല, നമുക്ക് നമ്മുടെ ഈ പ്രവൃത്തിയിലൂടെ ഈ ഓപ്പർച്യൂണിറ്റിയിൽ എത്ര വരെ നേടാൻ സാധിക്കും എന്ന് വരെ പറഞ്ഞു തന്ന അശോകൻ സാറിനെ പ്രകീർത്തിക്കപ്പെടുക തന്നെ വേണം. വീണ്ടും നമുക്ക് ഒരു കുടുംബനാഥനെ പോലെ ശ്രീകുമാർ സാറ്, അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബക്കാരനവർ എങ്ങനെയാണ് തൻ്റെ മക്കളെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് എത്തിക്കാൻ സാധിക്കുക. ആവശ്യമില്ലാതെ ആരെങ്കിലും കാട്ടുന്ന പോലെ കുറേ ലോണും കടങ്ങളും അല്ലാതെ തനിക്ക് ഒരു കോടിപതി വരെ ആവാനുള്ള ഡെപ്പോസിറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഒരു 7 വർഷം ഇതിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കോടിയുടെ മെച്യൂരിറ്റി വാല്യൂ കിട്ടുന്ന സംവിധാനം ഉള്ളത് വേണ്ട പോലെ ഉപയോഗിക്കാനും, നെസസറി ആയത് മാത്രം നമ്മൾ നേടാനും, അൺനെസസറി ആയതിനെ ബാഡ് ഡെപ്സിനെ മാറ്റാനും, ഗുഡ് ഡെപ്സുകളിൽ മാത്രമേ നമ്മൾ പൈസ നമുക്ക് ഉപയോഗിക്കാവൂ എന്നൊക്കെ വളരെ നല്ല ക്ലാസ് തന്ന ശ്രീകുമാർ സാറിന് വളരെ ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ എത്ര എൻ്റർടൈൻമെൻറ്റുകളാണ് അവിടെ അറേഞ്ച് ചെയ്തത്. ചെറിയ കുട്ടി മുതൽ വലിയവർ വരെ ഇൻഡിവിജ്വലായിട്ടും കൂട്ടായിട്ടും വളരെ നൃത്തനൃത്യങ്ങൾ ആക്കിയ ഏറ്റവും സീനിയറായിട്ടുള്ള സീതാലക്ഷ്മി മാഡം വരെ വളരെ നല്ല ഡാൻസ് പങ്കുവെച്ചു. സത്യത്തിൽ നമ്മുടെ ഉള്ളിലെല്ലാം ഒരു കൊച്ചു കുട്ടിയുണ്ട്, ഒരു നിഷ്കളങ്ക ഭാവമുണ്ട്. ആ നിഷ്കളങ്കതയിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്ന തരത്തിലായിരുന്നു അവിടുത്തെ എൻ്റർടൈൻമെൻറ്റുകളെല്ലാം ഉണ്ടായത്. ഒപ്പം തന്നെ നയനാത്മകരമായിട്ടുള്ള മലമ്പുഴയുടെ പ്രാന്തപ്രദേശങ്ങൾ മുഴുവൻ കാണാനും, ആ തടാകം പോലെയും തടാകത്തിൻ്റെ നടുവിലുള്ള ദ്വീപ് പോലെയും കോടമഞ്ഞ് കെട്ടി നിൽക്കുന്ന ആ മലനിരക്കുകളും എല്ലാം പ്രാതകാലത്ത് അനേക തവണ കാണാൻ സാധിച്ചതാണെങ്കിലും കൂട്ടുകാരോടൊത്ത് പോയി കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം നമ്മളൊരു പാലക്കാട്ടുകാരാണ്. നമ്മുടെ കേരളം മുഴുവനും തമിഴ്നാടിൽ നിന്നും ഒക്കെയായിട്ട് ആൾക്കാർ എത്തിച്ചേർന്നൊരു സ്ഥലത്ത് നമ്മുടെ നാടിൻ്റെ ഭംഗി കാണിച്ചു കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷവും കാണിച്ചു. ഒപ്പം തന്നെ അവിടെ നമുക്ക് മഴയത്ത് കളിക്കാൻ പോലും തയ്യാറായി വന്ന്, പലതിനും സംഭവിച്ചില്ലെങ്കിലും മഴയത്തല്ലെങ്കിലും സ്വിമ്മിങ് പൂളിലാണെങ്കിൽ കാലിൻ്റെ വേദന പോലും മറന്ന് ആ പൂളിലും എല്ലാറ്റിലും നമുക്ക് പങ്കാളികളാവാൻ സാധിച്ചതിൽ പൂർണ്ണമായിട്ടും നമുക്ക് ആർക്ക് നന്ദി കൊടുക്കാം? ദൈവത്തിന് തന്നെ. ഓരോ അവസരങ്ങളും നമ്മൾ ഉപയോഗിക്കുക. ആ ഉപയോഗിക്കുമ്പോൾ മാത്രമേ അതിൽ നമുക്ക് റിസൾട്ടും അല്ലേ അതൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനൊരവസരം കിട്ടി. ഇത് ഇത്രയും നമുക്ക് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ഈ ഫുൾ ഫങ്ഷനും അടുത്ത ടീമുകൾക്ക് വേണ്ടി നമുക്ക് മാതൃകാപരമായി ഒരു മാർഗദർശനം കൂടി കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ ആദ്യത്തെ ടീം ഇത്രയും റിസൾട്ട് ഓറിയൻ്റായിട്ട് സക്സസ് ആയ കാരണം ഓരോ ഭാഗത്തു നിന്നും ഇതിൽ പങ്കാളികളായി എത്തിയവരുടെ ഡിസിപ്ലിൻ കൂടിയാണ്.
ആരെയും ഒരു ഡിസിപ്ലിനും അടിച്ചേൽപ്പിക്കുന്നില്ല. പക്ഷേ സ്വതവേ തന്നെ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഡിസിപ്ലിനായിട്ട് നമ്മൾ കൊച്ചുകുട്ടികളെ പോലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തും ഓരോ സമയത്തും ആ ക്ലിപ്തമായി ഒരു മിനിറ്റ് പോലും ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ എല്ലാവരും അത് എൻജോയ് ചെയ്ത് അതിൽ നിന്ന് പഠിച്ച് അല്ലേ, അത് അത്രയും നമ്മളുടെ ഡെവലപ്മെൻറ്റിന് ഉപകരിക്കാൻ തക്കവണ്ണം എത്തിയ ഓരോരുത്തർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഓം ശാന്തി.